يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും സർവശക്തനും അളവറ്റ ദയാവരനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസൂയത്ത് സ്വന്തത്തോടെന്ന പോലെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇസ്ലാമിക കലണ്ടർ പ്രകാരം ഹിജ്റ 1448 വർഷത്തിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. അറബിയിലെ ഒരു പുതുമാസമാണ്, പുതുവർഷമാണ്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ആയുസ്സിൽ നിന്നും ഒരു വയസ്സ് കുറഞ്ഞു എന്നർത്ഥം. മുഹറം മാസം എന്ന് പറയുന്നത് പ്രതീക്ഷാഭാവത്തിൻ്റെയും പ്രത്യാശ കിരണത്തിൻ്റെയും വിജയങ്ങളുടെയും പൂർണ്ണ സമർപ്പണത്തിൻ്റെയും മാസമാണ്. മനുഷ്യരുടെ ആശകളുടെയും ആഗ്രഹ സബലീകരണത്തിൻ്റെയും പരിശുദ്ധമായ മാസമാണ് മുഹറം. പല പ്രവാചകന്മാരുടെയും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിയ ഒരു മാസവുമാണ്, ഉത്തരം ലഭിച്ച മാസമാണ് മുഹറം. തവക്കുലിൻ്റെയും സമർപ്പണത്തിൻ്റെയും അള്ളാഹു ഏറെ അനുഗ്രഹം ചെയ്ത ഒരു മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം. ഷഹറുല്ലാഹിൽ മുഹറം എന്നാണ് ഈ മാസത്തെ സംബന്ധിച്ച് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചത്. 12 മാസങ്ങളിൽ 4 മാസം പവിത്രമാണ് എന്നും അതിൽ പവിത്രമാണ് മുഹറം എന്നും അത് പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹുവിൻ്റെ പവിത്രമായ മാസമാണ് എന്നുമൊക്കെ വിശേഷിപ്പിച്ചത് വിശുദ്ധ ഖുർആനിലും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനാമൃതങ്ങളിലും നമുക്ക് വായിക്കുവാൻ സാധിക്കും. 9-ാം അധ്യായം സൂറത്തു തൗബയുടെ 36-ാമത്തെ ആയത്തിൽ ഇന്ന ഉദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള മിൻഹാ അർബഅത്തുൻ ഹുറും. ആകാശങ്ങളും ഭൂമിയും പടച്ച റഹ്മാനായ റബ്ബ് അവൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതാണ് 12 മാസമെന്ന് പറയുന്നത്. അത് ആകാശഭൂമികൾ പടച്ച അന്നു മുതൽ മാസങ്ങളുടെ എണ്ണം 12 ആണ്. മിൻഹാ അർബഅത്തുൻ ഹുറും. ആ 12 മാസങ്ങളിൽ 4 മാസം പവിത്രമാണ്. റജബും അതുപോലെ തന്നെ ദുൽഹിജ്ജയും അതിനു മുമ്പുള്ള 2 മാസങ്ങളും, ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറമും റജബും, അങ്ങനെ 4 മാസങ്ങൾ അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങളാണ് എന്ന് ഗ്രന്ഥങ്ങളിൽ നാം അറിയുകയാണ്, മനസ്സിലാക്കുകയാണ്. ഈ മാസത്തെ സംബന്ധിച്ചാണ് പലരും തെറ്റിദ്ധാരണയിൽ പുലർന്നിരിക്കുന്നത്. ഈ പവിത്രമായ മാസം അള്ളാഹു പല പ്രവാചകന്മാർക്കും ഒട്ടേറെ അനുഗ്രഹം ചെയ്ത ഈ മാസത്തിൽ അശുഭകരമെന്നും നഹ്സി എന്നും പലരും കാണുകയാണ്. പ്രത്യേകിച്ച് മുഹറം 1 മുതൽ 10 വരെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പലർക്കും ഇഷ്ടമല്ലാതാവുകയാണ്. കാരണം കർബലയാണ് അവർ ഒന്നാമതായി ഉയർത്തിപ്പിടിക്കുന്നത്. അത് മറ്റൊരു വിഷയമാണ്. ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൻ്റെ പവിത്രത മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുപാട് പ്രവാചകന്മാർക്ക് അനുഗ്രഹം ചെയ്ത മാസമാണ്. ദാലിക ദീനുൽ ഖയ്യിം. എന്നിട്ട് റഹ്മാനായ റബ്ബ് പറയുകയാണ്, ഈ മതത്തെ സംബന്ധിച്ച് വക്രതയില്ലാത്ത മതമാണ്, നേരെ ചൊവ്വയുള്ള മതമാണ് ഈ ഇസ്ലാം ദീൻ. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതമാണ്. അള്ളാഹുവിൻ്റെ കയ്യൊപ്പോടുകൂടിയാണ് ഈ മതത്തിൻ്റെ ഓരോ ആചാരങ്ങളും അതിലെ വിശ്വാസങ്ങളും. ഏത് ആദർശത്തെയും അതിജയിക്കുവാൻ കെൽപ്പുള്ള ആദർശമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം.
ഏത് കാലത്തും ഏത് പ്രതിസന്ധികളുടെയും ഏത് കാലഘട്ടത്തിലെയും ഇസ്ലാമോഫോബിയക്കെതിരെ എത്ര തന്നെ ഇസ്ലാം പേടി ജനങ്ങൾ മാധ്യമങ്ങളിൽ കൂടിയും ഇസ്ലാമിക വിരുദ്ധർ മറ്റു പല മാധ്യമങ്ങളിൽ കൂടിയും പ്രചാരണം നടത്തിയാലും പരിശുദ്ധമായ ദീൻ എല്ലാ ആദർശങ്ങളെയും എല്ലാ തിയറികളെയും അതിജയിക്കുക തന്നെ ചെയ്യും. ഇത് അള്ളാഹുവിൻ്റെ വഅദയാണ്. ഇസ്ലാം പേടിപ്പെടുത്തലിൻ്റെ മതമെന്നാണ് പലരും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം മതത്തിൻ്റെ കർക്കശമായ ചില കാര്യങ്ങൾ, അത് വിശ്വാസപരമായ, കർമ്മപരമായ, ആചാരപരമായ, അള്ളാഹുവിൻ്റെ കയ്യൊപ്പോടുകൂടിയുള്ള മതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടവർക്ക് അത് കർക്കശമാണ്. അത് കാണുമ്പോഴേക്കും പലർക്കും ഇസ്ലാമോഫോബിയോ പിടികൂടുകയാണ്. ഇസ്ലാം ഏതോ പേടിപ്പെടുത്തുന്ന മതമായിട്ടാണ് പലരും പ്രചരിപ്പിക്കുന്നതും പലരും പ്രചാരണത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നതും. ഇവിടെയാണ് വിശ്വാസികളെ ഇസ്ലാം മതത്തിൻ്റെ പ്രസക്തി. ദാലിക ദീനുൽ ഖയ്യിം, ഈ മതം വക്രതയില്ലാത്ത മതമാണ്. കാരണം ഇതിലെ ഏത് വിശ്വാസവും അള്ളാഹുവിൻ്റെ കൽപ്പനയോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാം മതത്തിൽ പ്രമാണമായി അംഗീകരിച്ചതാണ്. ആ പരിശുദ്ധമായ മതത്തിൽ, പ്രത്യേകിച്ച് മുഹറം മാസത്തിൽ അശുഭകരമായ കാര്യങ്ങൾ കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയുവാനുള്ളത്, ഈ മാസം ദുഃഖത്തിൻ്റെ കയ്പുനീരഴിയേണ്ട മാസമല്ല, ഇത് അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ട മാസമാണ്. നഹ്സിൻ്റെ ദിനങ്ങളല്ല ഈ മുഹറം മാസം എന്ന് പറയുന്നത്. നാം സൂചിപ്പിച്ചു, ഒരുപാട് പ്രവാചകന്മാർക്ക് ജീവിതത്തിൽ പ്രയാസങ്ങൾക്ക് ഒരു തുറവി കൊടുത്ത ഒരു മാസമാണ് പരിശുദ്ധമായ ഈ മുഹറം മാസം. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഈ ദീനുൽ ഇസ്ലാം എക്കാലത്തെയും അതിജയിക്കുന്ന മാസമാണ്. എക്കാലത്തെയും അതിജയിക്കുന്ന പരിശുദ്ധമായ ഖുർആനാണ്, പരിശുദ്ധമായ ദീനാണ്. അത് അള്ളാഹുവിൻ്റെ വഅദയാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ 61-ാം അധ്യായം സൂറത്ത് സ്വഫിലെ 8-9 ആയത്തുകൾ. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അവർ അവരുടെ വായ കൊണ്ട് ഈ സത്യപ്രകാശത്തെ ഊതിക്കെടുത്തുവാൻ വിചാരിക്കുകയാണ്. വല്ലാഹു മുതിമ്മു നൂരിഹി, അല്ലാഹു അവൻ്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ, അവിശ്വാസികൾക്ക് അനിഷ്ടകരമായാലും അല്ലാഹു അവൻ്റെ ദീനിനെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. മുശ്രിക്കീങ്ങൾക്ക് എത്ര അനിഷ്ടകരമായാലും തൻ്റെ ദൂതനെ നിയോഗിച്ചവനാണവൻ. സത്യവും സന്മാർഗവുമായി കൊണ്ട് അവൻ്റെ ദൂതനെ നിയോഗിച്ചവനാണ് റഹ്മാനായ റബ്ബ്. എന്തിനാണ് നിയോഗിച്ചത്? എല്ലാ മതങ്ങൾക്കും മീതെ അതിജയിക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ദീനുൽ ഇസ്ലാമിൻ്റെ ഇന്നലകളുടെ ചരിത്രം മഹാമാരികൾ പോലെ, ജലപ്രളയങ്ങൾ പോലെ, മഹാവിസ്ഫോടനം കണക്കെ ഇസ്ലാമിനെതിരെ ഒരുപാട് ശക്തികൾ എല്ലാ കാലങ്ങളിലും വന്നിട്ടുണ്ട്. അവ്വലുർ റസൂൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടം മുതൽ ഈ പരിശുദ്ധ ദീനിനെ അവരുടെ വായ കൊണ്ട് ഊതിക്കെടുത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ചരിത്രമാണ്. ഷിർക്കിനെതിരെ ജ്വലിക്കുന്ന ശബ്ദവുമായി ലോകത്ത് അടയാളപ്പെടുത്തിയ അവ്വലുർ റസൂലാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. രാവും പകലും, അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. 950 വർഷക്കാലം ദീനീ പ്രബോധനം നടത്തിയ ആദ്യത്തെ മുർസലീങ്ങളിൽപ്പെട്ട പ്രവാചകനാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ, പ്രവാചകരുടെ വിലാപമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ. അള്ളാഹുവേ, രാവും പകലും അവരെ നിന്റെ ദീനിലേക്ക് ഞാൻ ക്ഷണിച്ചു എന്നാണ്. ആ ദീനീ ദഅവത്തിനെ കണ്ടുകൊണ്ട് ആ സമൂഹം മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞത് അവരുടെ സ്വീകാര്യത കല്ലേറുകൊണ്ടായിരുന്നു. ഇതിൽ നിന്നും നീ വിരമിക്കുന്നില്ല എങ്കിൽ നിന്നെ കല്ലെറിഞ്ഞു കൊല്ലുമെന്നുള്ള പ്രതികരണമാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കേൾക്കേണ്ടി വന്നത്. ലഇല്ലം തൻതഹി യാ നൂഹ് ലതകൂനന്ന മിനൽ മുർജുമീൻ, നീ ഈ ദൗത്യത്തിൽ നിന്നും വിരമിക്കുന്നില്ല എങ്കിൽ
ലതകൂനന്ന മിനൽ മർജൂമീൻ, നിന്നെ കല്ലെറിഞ്ഞ് ഓട്ടിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നൂഹേ, നീ ഇതിൽ നിന്നും വിരമിക്കണം. അള്ളാഹുവിന്റെ പ്രകാശത്തെ അവരുടെ വായ കൊണ്ട് ഊതിക്കെടുത്തുവാൻ ശ്രമിച്ചവരുടെ ആദ്യ വിഭാഗമാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ എതിർപക്ഷത്തുള്ള ശത്രുക്കൾ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ശുഅറ 116-ാമത്തെ ആയത്തിൽ കൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ജീവചരിത്രം നാം പലവരും കേട്ടതാണ്. ചരിത്രം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. ഫിറഔന്റെ പീഡനവും നാട്ടുകാരുടെ കൊടിയ മർദ്ദനവും സഹിക്കേണ്ടി വന്ന നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികൾ അള്ളാഹുവിന്റെ കൽപ്പനയാൽ തിരമാലകൾ താണ്ടുവാൻ പലായനം ചെയ്യേണ്ടി വന്ന ആ സമയത്ത് അനുയായികൾക്ക് പറയേണ്ടി വന്നു, ഇന്നാ ലമുദ്റകൂൻ, മൂസ, നമ്മെ പിടികൂടുക തന്നെ ചെയ്യും ഫിറഔന്റെ അനുയായികൾ. മുന്നിൽ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഈ ചെങ്കടൽ, പിന്നിൽ ഫിറഔനും അനുയായികളും നമ്മെ പിടികൂടുക തന്നെ ചെയ്യും. ഒരു നേതാവിന്റെ മറുപടിയാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. നിർഭയത്വത്തിന്റെ മറുപടിയാണ്, ഭയത്തിന്റെ മറുപടിയല്ല, പ്രയാസത്തിന്റെ മറുപടിയല്ല, പ്രതീക്ഷ നഷ്ടപ്പെട്ടവന്റെ മറുപടിയല്ല. നിർഭയത്വത്തോടുകൂടി നൽകുന്ന ഒരു നേതാവിന്റെ മറുപടി അള്ളാഹു വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ശുഅറയിലെ ആയത്തിൽ കൂടി നമുക്ക് അള്ളാഹു പരിചയപ്പെടുത്തി തരികയാണ്. കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, ഭയപ്പെടേണ്ട അനുയായികളെ, അങ്ങനെയല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. കാരണം എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തിന്റെ മറുപടിയാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്നും അനുയായികൾ കേട്ടത് എന്ന് വിശുദ്ധ ഖുർആനിൽ കൂടി റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ചരിത്രം ഭിന്നമല്ല എന്ന് നാം മനസ്സിലാക്കുകയാണ്. ഇവിടങ്ങളിലെല്ലാം അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്തുവാനായി ശ്രമിച്ചിരുന്നവരുടെ മറുപടികളാണ് ഖുർആൻ കൃത്യമായി രേഖപ്പെടുത്തുന്നത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദിന്റെ ശബ്ദം അവർക്കിടയിൽ വിളംബരം ചെയ്തപ്പോൾ അസ്വസ്ഥരായ അനുയായികൾ, അസ്വസ്ഥരായ നമ്രൂദിന്റെ അനുയായികൾ, പ്രത്യേകിച്ച് ഇബ്രാഹിം നബിയുടെ പിതാവായ ആസർ മഹാനായ ഖലീലുള്ളയോട് പറഞ്ഞത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മർയമിലെ 46-ാമത്തെ ആയത്തിൽ നാം ഇപ്രകാരം വായിക്കുകയാണ്, യാ ഇബ്രാഹിം ലഇല്ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ്യ, വിരമിക്കണം ഇവിടെ നിന്ന്, എന്നിൽ നിന്നും കുറച്ചു കാലത്തേക്ക് നീ പുറപ്പെട്ടുകൊള്ളണം എവിടേക്കെങ്കിലും, അല്ലെങ്കിൽ നിന്നെ കല്ലെറിഞ്ഞ് ഓട്ടിക്കും ഇബ്രാഹിം എന്ന് പറയുന്നതാരാ? സ്വന്തം പിതാവാണ്, നാട്ടുകാരാണ്, രാജ്യം ഭരിക്കുന്ന രാജാവാണ്. ഇവിടങ്ങളിലെല്ലാം മഹാന്മാരായ പ്രവാചകന്മാർ അവരുടെ പ്രബോധനത്തിൽ അതിജയിക്കുന്നതായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ചരിത്രം മറ്റൊന്നല്ല സഹോദരങ്ങളെ. അധാർമികതയുടെയും പരകോടിയിലെത്തിയ ഒരു സമൂഹത്തിലേക്കായിരുന്നു മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രബോധനം. അസാൻമാർഗികതയുടെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ നിന്ന ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ സമൂഹത്തോട് നന്മയുടെ ഉപദേശം പറയുമ്പോൾ മഹാനായ ലൂത്ത് നബിക്ക് കേൾക്കേണ്ടി വന്നതും ഇതേ വാക്കുകൾ തന്നെയാണ്. ഖാലൂ ലഇല്ലം തൻതഹി യാ ലൂത്ത്, ഇതിൽ നിന്നും നീ വിരമിക്കുന്നില്ല എങ്കിൽ ലതകൂനന്ന മിനൽ മുഖ്റജീൻ, ഇവിടെ നിന്നും നിന്നെ ആട്ടി ഓടിക്കും ലൂത്തേ, ഇതിൽ നിന്നും വിരമിക്കുക, അതാണ് നിനക്ക് നല്ലത് എന്ന് പറയുന്ന ആ മനുഷ്യരും ആ വിഭാഗവും ശ്രമിച്ചത് പരിശുദ്ധമായ ഈ ദീനിനെ അവരുടെ വായുകൾ കൊണ്ട് ഊതിക്കെടുത്തുവാനുള്ള പരിശ്രമമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അന്ധകാര യുഗമെന്നും ഇരുണ്ട കാലഘട്ടമെന്നും ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യവും നീതിയും ധർമ്മവും പ്രബോധനം ചെയ്ത ആ കാലഘട്ടത്തിൽ ആദർശം കൊണ്ട് നേരിടാൻ പരാജയപ്പെട്ട മുശ്രിക്കുകൾ ആ പ്രവാചകനെയും വകവരുത്തുവാൻ പരിശ്രമിച്ചു. കൊന്നുകളയണമെന്ന് അവർ ആസൂത്രണം ചെയ്തു, ആട്ടി ഓടിക്കണമെന്ന് അവർ ആസൂത്രണം നടത്തി.
അല്ലെങ്കിൽ ബന്ധനസ്ഥനാക്കണമെന്ന് അവർ പരസ്പരം ചർച്ച ചെയ്തതായി സൂറത്തു അൻഫാലിലെ 30-ാമത്തെ ആയത്തിൽ നാം വായിക്കുകയാണ്. വൈദ യംകുറു ബികല്ലദീന കഫറൂ ലയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക വയംകുറൂൻ. അവർ തന്ത്രങ്ങൾ മെനയുകയാണ്. മുഹമ്മദിനെ ഇങ്ങനെ വിട്ടാൽ നമ്മുടെ ആദർശം പൊളിയുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒന്നുകിൽ ബന്ധനസ്ഥനാക്കുക, അല്ലെങ്കിൽ കൊന്നുകളയുക, അല്ലെങ്കിൽ ആട്ടി ഓടിക്കുക ഈ നാട്ടിൽ നിന്നും. അവർ തന്ത്രങ്ങൾ മെനയുകയാണ്. വയംകുറുല്ലാഹ്, അല്ലാഹുവും തന്ത്രം പ്രയോഗിക്കുകയാണ്. വല്ലാഹു ഖൈറുൽ മാകിരീൻ, ഏറ്റവും വലിയ തന്ത്രശാലിയാണ് അല്ലാഹു. പരിശുദ്ധമായ മതത്തെ അവരുടെ വായ കൊണ്ട് ഊതിക്കെടുത്തുവാൻ പരിശ്രമിച്ചപ്പോഴൊക്കെ അവരുടെ അനിഷ്ടകരമായ ഒരു നിലപാട് പരിഗണിക്കാതെ വല്ലാഹു മുതിമ്മു നൂരിഹി, അല്ലാഹു ഈ പ്രകാശത്തെ പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്നുള്ള ആ വഅദ കൃത്യമായി ഇവിടം ബോധ്യപ്പെടുകയാണ്. വിശുദ്ധ ഖുർആനിൽ കൂടി മനസ്സിലാക്കി തരികയാണ് റഹ്മാനായ റബ്ബ്. ഈ പ്രവാചകന്മാരെയെല്ലാം രക്ഷപ്പെടുത്തിയത് അള്ളാഹുവിൻ്റെ ഒരു സംവിധാനമുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ ഒരു മാർഗമാണ് ഹിജ്റ എന്ന് പറയുന്നത്. ആ ഹിജ്റയിൽ കൂടിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹിജ്റ നടത്തിയിട്ടുണ്ട്. ഫലസ്തീനിലേക്ക്, മക്കയിലേക്ക്, ഇറാഖിൽ നിന്നും പലായനം ചെയ്തിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്കും അനുയായികൾ എത്യോപ്യയിലേക്കും പലായനം ചെയ്തതായി വിശുദ്ധ ഖുർആനും അള്ളാഹുവിന്റെ പ്രവാചകരും നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഹിജ്റ ഒരു ഒളിച്ചോട്ടമായിരുന്നില്ല എന്നുള്ളത് ചരിത്രം അറിയുന്ന ഏതൊരാൾക്കും മനസ്സിലാകാവുന്നതാണ്. അത് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള മഹത്തായ ത്യാഗമായിരുന്നു എന്ന് പ്രവാചകന്മാരുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതിജീവനത്തിന്റെ ഉത്തമമായ മാതൃകയാണ് പലായനമെന്ന് പ്രവാചകന്മാരുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതാണ് വിശ്വാസികളെ മുഹറം എന്ന് പറയുന്നത്. മുഹറം എന്ന് പറയുന്നത് അത് പലായനമാണ്. മഹാന്മാരായ പ്രവാചകന്മാർ പല കാലഘട്ടങ്ങളിൽ കൂടി പല രാജ്യങ്ങളിലേക്കും ഹിജ്റ ചെയ്തതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകരും മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തു. അതൊരു അതിജീവനത്തിന്റെ പലായനമാണ്. അള്ളാഹുവിന്റെ ദീൻ സംരക്ഷണം ചെയ്യുവാൻ വേണ്ടിയുള്ള അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശം അനുസരിച്ചു കൊണ്ടുള്ള ഒരു പലായനമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ത്യാഗത്തിന്റെ പ്രതിഫലമായിട്ടാണ് ഹിജ്റയെ അള്ളാഹു വിശേഷിപ്പിക്കുന്നത്. അത് പ്രതീക്ഷകളുടെ സാഫല്യമായിട്ടാണ് ഹിജ്റയെ അല്ലാഹു തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. പല ഏകാധിപതികളുടെയും പല ധിക്കാരികളുടെയും പതനമായിരുന്നു ഈ മുഹറം മാസത്തിൽ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ കൂടി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമുക്കറിയാം, ഏറ്റവും വലിയ ധിക്കാരിയായിരുന്ന മൂസാ നബിയെ ഉന്മൂലനം ചെയ്യുവാൻ പുറപ്പെട്ടിരുന്ന ഫിർഔന്റെ ആ പതനം നാം ചരിത്രത്തിൽ കാണുന്നത് മഹാപ്രളയത്തിൽ കടലിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുക്കിക്കൊല്ലുന്ന ഒരു ദയനീയമായ ഒരു കാഴ്ചയുടെ ചരിത്രമാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമുക്കറിയാം, അതെല്ലാം മുഹറം മാസത്തിലാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നത്. ചരിത്രം ആവർത്തിക്കുകയാണ്. ലോകത്തെമ്മാടി എന്നുള്ള രാജ്യത്തിന് ഏറ്റവും കേളികേട്ട, ഏറ്റവും അർഹമായ ഒരു രാജ്യമാണ് ഇന്ന് അമേരിക്ക എന്ന് പറയുന്നത്. ആ അമേരിക്കയുടെ പതനത്തിന് പോലും മഹത്തായ മുഹറം മാസം സാക്ഷിയാകുന്നത് ചരിത്രം അന്യസൂതമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, വിയറ്റ്നാമിൽ നടത്തുന്ന ആ പരാജയത്തിന്റെ കയ്പ് നീർ അന്യസൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ധിക്കാരി രാജ്യമായ അമേരിക്ക എന്ന് പറയുന്നത്. വിയറ്റ്നാം യുദ്ധത്തിൽ ഒരുപാട് അമേരിക്കൻ പട്ടാളക്കാർ മരിച്ചു വീണു എന്നുള്ളത് ചരിത്രമാണ്. അതുപോലെയുള്ള എണ്ണം ഇവിടെ ഇല്ല എങ്കിലും സാമ്പത്തികമായും അവരുടെ അഭിമാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ലോക പോലീസ് എന്നുള്ള ഖ്യാതിക്ക് അടിവരയിട്ടുകൊണ്ട് ലോകം കാണുമ്പോൾ അതിനെയെല്ലാം തച്ച് തകർത്തു പോകുന്ന
ഒരു വിശാലമായ ഒരു വീക്ഷണത്തിൽ കൂടിയാണ് അമേരിക്ക ഇന്ന് അതിൻ്റെ അധപ്പതനത്തിൽ എത്തി നിൽക്കുന്നത് പോലും പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ധീരോദാത്തമായ ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്ന് നാം മനസ്സിലാക്കുകയാണ് സഹോദരങ്ങളെ. അത് അന്യസൂതം തുടരുകയാണ് ആ ചരിത്രം. ഇൻഷാ അല്ലാഹ് മുഹറം മാസം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വിജയം എക്കാലത്തും മഹാന്മാരായ പ്രവാചകന്മാർക്ക് ഉള്ളതുപോലെ തന്നെ അന്യസൂതമായി ആ വിജയം തുടരുക തന്നെ ചെയ്യും. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അവരുടെ വായ കൊണ്ട് പരിശുദ്ധ ദീനിന്റെ ആ ഗരിമയെ തകർക്കുവാൻ, ഊതിക്കെടുത്തുവാൻ പരിശ്രമിക്കുകയാണ്. വല്ലാഹു മുതിമ്മു നൂരിഹി, അല്ലാഹു ഈ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. മുശ്രിക്കുകളും കാഫിറുകൾക്കും അനിഷ്ടകരമാണ് എന്ന് ബോധ്യപ്പെട്ടാലും അല്ലാഹു ഇത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്താണ് സഹോദരങ്ങളെ പറഞ്ഞു വന്നത്. നമ്മുടെ സമൂഹം ഈ മുഹറം മാസത്തെ ഒരു നഹസായി കാണുകയാണ്, അശുഭകരമായി കാണുകയാണ്. പല പ്രഭാഷണങ്ങൾ യൂട്യൂബുകളിൽ അതുപോലെ തന്നെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുഹറം മാസത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ പാടില്ല. ഒരു കല്യാണം മുഹറം മാസത്തിൽ നടത്താതെ മറ്റു മാസങ്ങളിലേക്ക് നടത്തുകയാണ്. ഒരു വീടിന്റെ ഉദ്ഘാടനം മുഹറം മാസത്തിൽ നടത്തുവാൻ പലർക്കും സാധ്യമാകുന്നില്ല. അതുപോലെ തന്നെ വീടിന്റെ ഒരു തറക്കല്ലിടൽ, ഏതെങ്കിലും അതുപോലെയുള്ള ഒരു ചടങ്ങ്, നല്ല ഒരു യാത്ര, അതുപോലും മുഹറം മാസത്തിൽ നിന്നും മാറ്റിവെക്കുകയാണ്. എന്തേ അവർക്ക് പറയുവാനുണ്ടായ കാരണം? അത് നഹ്സാണ്, അശുഭകരമാണ്. കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പരാജയപ്പെട്ടതിന്റെ ഓർമ്മ പുതുക്കുകയാണ് ഈ നഹ്സുവാദികൾ എന്ന് നാം മനസ്സിലാക്കുക. ഒരിക്കലും ഇത് സത്യവുമായി നീതി പുലർത്തുന്നതല്ല എന്ന് നാം മനസ്സിലാക്കുക. ഇത് അള്ളാഹുവിന്റെ വിജയം കണ്ട മാസമാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് കയറി വരുന്ന ആദ്യ ദിവസം, ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന ജൂതന്മാർ മുഹറം 10 നോമ്പ് നോൽക്കുകയായിരുന്നു. ആശൂറായിന്റെ ദിവസം നോമ്പ് നോൽക്കുന്ന ആ ഒരു കാര്യം കണ്ടപ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. ഫഖാല ലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹാദൽ യൗമുല്ലദീ തസൂമൂനഹു, അല്ലയോ യഹൂദികളെ, നിങ്ങൾ എന്തിനാണ് ഇന്ന് നിങ്ങൾ നോമ്പ് നോൽക്കുന്നത്? യഹൂദികൾ പറഞ്ഞ മറുപടി, ഹാദാ യൗമുൻ അളീം, ഇത് മഹത്തായ ഒരു ദിവസമാണ്. ഈ ദിവസത്തിന്റെ പ്രത്യേകത അൻജല്ലാഹു ഫീഹി മൂസാ വഖൗമഹു വഗറക ഫിർഔന വഖൗമഹു ഫസ്വാമഹു മൂസാ ശുക്റാ. ഈ ദിവസത്തിന്റെ പ്രത്യേകത, മഹത്തായ ഈ ദിവസമെന്ന് പറയുവാനുണ്ടായ കാരണം ഫിർഔനെയും അനുയായികളെയും കടലിൽ മുക്കിക്കൊന്ന ദിവസമാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അനുയായികളെയും ആ പ്രളയത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ മാസമാണ്. അതുകൊണ്ട് ഈ മാസത്തിന് നന്ദി സൂചകമായി, ഈ ദിവസത്തിന് ശുക്റായിക്കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നോമ്പ് നോറ്റ മാസമാണ്. അതിനെ സ്മരിച്ചുകൊണ്ടാണ് ഞങ്ങളും നോമ്പ് നോക്കുന്നത് എന്ന് യഹൂദികൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോൾ മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുകയാണ്, ഫനഹനു അഹഖ വഔലാ ബിമൂസാ മിൻകും, ഏ യഹൂദികളെ, എങ്കിൽ ഞങ്ങളാണ് നിങ്ങളെക്കാൾ മൂസയോട് ഏറ്റവും കടപ്പാടുള്ളത്. മൂസയോട് ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത്. അതുകൊണ്ട് ഫസ്വാമഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅമറ ബിസ്വിയാമിഹി, ആ മുഹറം 10 മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയതിന്റെ ശുക്റായിക്കൊണ്ട് മൂസാ നബി നോമ്പ് പിടിച്ചത് കൊണ്ട് തന്നെ മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹറം മാസത്തെ 10 നോമ്പ് നോക്കുകയും വഅമറ ബിസ്വിയാമിഹി, മറ്റുള്ളവരോട് നോമ്പ് നോക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സ്വഹാബി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഈ ദിവസം യഹൂദികളും ക്രിസ്ത്യാനികളും ബഹുമാനിച്ച ഒരു ദിവസമാണല്ലോ, ആ ദിവസത്തിനാണല്ലോ അങ്ങ് നോമ്പ് നോക്കുന്നത് എന്ന് ഒരു സ്വഹാബി ചോദിക്കുമ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, എങ്കിൽ
അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 9-നും ഞാൻ നോമ്പ് നോൽക്കുക തന്നെ ചെയ്യും. പക്ഷേ അടുത്ത മുഹറം ആകുന്നതിന് മുമ്പ് ഈ ലോകത്ത് നിന്നും പ്രവാചകർ വഫാത്തായതായി ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഒരിക്കൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ സംസം കിണറിന്റെ അടുക്കൽ മൂടിപ്പുതച്ച ഒരു വസ്ത്രവുമായി നിൽക്കുന്ന ആ ഒരു സമയത്ത് ഒരു സ്വഹാബി ചെന്നുകൊണ്ട് ചോദിക്കുകയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവറുകളോട്, അഖ്ബിർനി അൻ സൗമി ആശൂറ, ആശൂറ ദിനത്തെക്കുറിച്ച് എന്നെ ഒന്ന് പഠിപ്പിക്കുമോ, എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവരോട് ചോദിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, ഫഖാൽ ഇദാ റഅയ്ത ഹലാലൽ മുഹറം, മുഹറം മാസപ്പിറവി കണ്ടാൽ ഫഉദുദ്, നീ എണ്ണിക്കൊള്ളുക, വഅസ്ബിഹ് യൗമ താസിഇ സ്വായിമാ, ആ മുഹറം മാസത്തിലെ 9ാമത്തെ ദിവസം നീ എണ്ണിക്കൊള്ളുക, അന്ന് നീ നോമ്പ് നോൽക്കുക എന്ന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദീൻ മനസ്സിലാക്കി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ മുഹറം മാസത്തിലെ 9, 10 എന്ന് പറയുന്നത് ഏറ്റവും പവിത്രമായ മാസത്തിന്റെ 2 നോമ്പുകളാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സ്വഹാബി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, റമളാനിലെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പ് ഏതാണ് റസൂലേ? അതുപോലെ തന്നെയാണ് ഫർദ് നമസ്കാരം, അത് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠകരമായ നമസ്കാരം ഏതാണ് എന്ന് ഈ 2 ചോദ്യങ്ങൾക്കും പ്രവാചകരുടെ മറുപടി സ്വഹീഹ് മുസ്ലിമിൽ കാണാം. ഫർളായ റമളാനിലെ നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പ് അഫ്ളലുസ് സിയാം ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം, അത് മുഹറം മാസത്തിലെ നോമ്പാണ്. അത് 9, 10 ആ നോമ്പുകളാണ്. മുഹറം മാസത്തിലെ ഈ 2 നോമ്പുകളാണ് റമളാനിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠകരമായത്. ഇനി ഫർദ് നമസ്കാരത്തിന് ശേഷം ശ്രേഷ്ഠകരമായ നമസ്കാരം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അത് രാത്രിയിലുള്ള നമസ്കാരമാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നാം പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഈ വരുന്ന 9, 10 റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും പവിത്രമായ 2 നോമ്പാണ്. അത് കഴിവിന്റെ പരമാവധി സാധ്യമാകുന്നവർ അത് നോമ്പ് അനുഷ്ഠിക്കണം സഹോദരങ്ങളെ. അതുപോലെ തന്നെയാണ് ഈ പരിശുദ്ധമായ ഈ ദിനങ്ങളിൽ കൂടുതൽ തസ്ബീഹ് ചൊല്ലുകയും കൂടുതൽ തഹ്ലീലും തക്ബീറും തിലാവത്തുൽ ഖുർആനുമായി അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള ഇബാദത്തുകളിൽ ഏർപ്പെട്ടുകൊണ്ട് സുഹൃതങ്ങൾ വാരിക്കൂട്ടുകയും അല്ലാഹുവിന്റെ അടുക്കൽ ഇബാദുർ റഹ്മാനിന്റെ ആൾക്കാരായി മാറുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നുള്ള വസിയ്യത്ത് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും പറയുകയാണ് വിശ്വാസികളെ. അതുകൊണ്ട് തന്നെ ഈ മുഹറം മാസത്തിന്റെ പവിത്രത, ഇതിൽ അക്രമം പാടില്ല. മറ്റൊരുവനെ മറ്റുള്ള മാസങ്ങളെക്കാളും നാം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, വിശ്വാസികൾ ഈ മാസത്തിൽ, ഈ 4 മാസത്തിൽ അവർ അതിക്രമം ചെയ്യുകയില്ല എന്നാണ്. പാപങ്ങൾ ചെയ്യരുത് എന്നുള്ളത് ഒരു വിശ്വാസിയുടെ അടയാളപ്പെടുത്തലാണെങ്കിലും ഈ പരിശുദ്ധമായ ഈ മാസങ്ങളിൽ, പ്രത്യേകിച്ച് മുഹറം മാസത്തിൽ, അതിൽ വിശിഷ്യ ഈ ദിനങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വരാതെ സൂക്ഷിക്കണം. ജമാഅത്ത് നമസ്കാരത്തിൽ പരമാവധി പങ്കെടുക്കണം. ഈ പറഞ്ഞ നോമ്പ് നാം ജീവിതത്തിൽ അനുഷ്ഠിക്കണം. ഖുർആൻ പാരായണത്തിൽ മുഴുകണം. നമ്മുടെ നാവുകൾ ഇങ്ങനെയുള്ള ദിക്റുകളുമായി നനഞ്ഞുകൊണ്ടേയിരിക്കണം. അത് എപ്പോഴുമാകാം. ആട്ടോ ഡ്രൈവർമാർ ാകാം, വീടുകളിൽ അടുക്കള ജോലി ചെയ്യുമ്പോഴാകാം, മറ്റുള്ള വ്യവഹാരങ്ങളിൽ ഏർപ്പെടുമ്പോഴാകാം, എപ്പോഴും അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന, അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്ന ആ നനയുന്ന നാവുകളുമായി വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ഈ മുഹറം മാസത്തെ അടയാളപ്പെടുത്തണം. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.